ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 21 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 21 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. പരിച്ഛേദന കഴിപ്പാനുള്ള 8 ദിവസം തികഞ്ഞപ്പോൾ അവൻ ഗർഭത്തിൽ ഉൽപ്പാദിക്കും മുമ്പേ ദൂതൻ പറഞ്ഞതുപോലെ അവന് യേശു എന്ന് പേർ വിളിച്ചു. മോശയുടെ ന്യായപ്രമാണ പ്രകാരം അവരുടെ ശുദ്ധീകരണകാലം തികഞ്ഞപ്പോൾ കടിഞ്ഞൂലായ ആണൊക്കെയും കർത്താവിന് വിശുദ്ധമായിരിക്കണം എന്ന് കർത്താവിൻ്റെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അവനെ കർത്താവിന് അർപ്പിപ്പാനും ഒരു ഇണക്കുറുപ്രാവിനെയോ 2 പ്രാക്കുഞ്ഞിനെയോ കർത്താവിൻ്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചതുപോലെ യാഗം കഴിപ്പാനും അവർ അവനെ യെരുശലേമിലേക്ക് കൊണ്ടുപോയി. യെരുശലേമിൽ ശിമ്യോൻ എന്നു പേരുള്ളൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിൻ്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനും ആയിരുന്നു. പരിശുദ്ധാത്മാവും അവൻ്റെ മേലുണ്ടായിരുന്നു. കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാടുണ്ടായിരുന്നു. അവൻ ആത്മനിയോഗത്താൽ ദൈവാലയത്തിൽ ചെന്നു. യേശു എന്ന പൈതലിനു വേണ്ടി ന്യായപ്രമാണത്തിൻ്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്തു കൊണ്ടുചെന്നപ്പോൾ അവൻ അവനെ കയ്യിലേന്തി ദൈവത്തെ പുകഴ്ത്തി. ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിൻ്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെ അവനെക്കുറിച്ച് പറഞ്ഞതിൽ അവൻ്റെ അപ്പനും അമ്മയും ആശ്ചര്യപ്പെട്ടു. പിന്നെ ശിമോൻ അവരെ അനുഗ്രഹിച്ച് അവൻ്റെ അമ്മയായ മറിയോട് അനേക ഹൃദയങ്ങളിലെ വിചാരം വെളിപ്പെടേണ്ടതിന് ഇവനെ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും മറുത്തു പറയുന്ന അടയാളത്തിനുമായി വച്ചിരിക്കുന്നു. നിന്റെ സ്വന്തം പ്രാണനിൽ കൂടിയും ഒരു വാൾ കടക്കും എന്ന് പറഞ്ഞു. യഹൂദനല്ലാതിരുന്ന ലൂക്കോസ് അനേക വർഷങ്ങൾക്ക് ശേഷം യേശുവിൻ്റെ ചരിത്രം എഴുതുകയാണ്. ഇത് യഹൂദന്മാരല്ലാത്തവർക്ക് വേണ്ടിയാണ് എഴുതുന്നത്. ഇങ്ങനെ എഴുതുമ്പോൾ മുമ്പ് നടന്ന പല കാര്യങ്ങളും താൻ തിരഞ്ഞെടുത്തെഴുതുന്നു. ആ വസ്തുതകൾ ചേർത്ത് വച്ച് യേശുവിൻ്റെ ചരിത്രം രചിക്കുകയാണ് ലൂക്കോസ് ചെയ്യുന്നത്. താൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വ്യക്തമാക്കുവാൻ വേണ്ടി ചില സംഭവങ്ങൾ താൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. പരിച്ഛേദന കഴിക്കുവാനുള്ള സമയമായപ്പോൾ യേശുവിനെ പരിച്ഛേദന ചെയ്ത് ദേവാലയത്തിൽ കൊണ്ടുവന്ന സംഭവമാണ് നാം ഇന്ന് വായിച്ചത്. ഇതിനു മുൻപ് ദൈവദൂതൻ ഇടയന്മാരോട് പറഞ്ഞതനുസരിച്ച് ഇടയന്മാർ യേശു ജനിച്ച് അന്ന് തന്നെ യേശുവിനെ കാണാൻ വന്നു. 8 ദിവസത്തിന് ശേഷം സംഭവിച്ച കാര്യമാണ് ഇവിടെ നാം വായിക്കുന്നത്. മോശയുടെ ന്യായപ്രമാണ പ്രകാരം ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ ദൈവസന്നിധിയിൽ കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഒരു ആട്ടിൻകുട്ടിയെ യാഗം കഴിക്കുക എന്നതാണ് ന്യായപ്രമാണത്തിലെ കൽപ്പന. ഈ ആട്ടിൻകുട്ടിയെ യാഗം കഴിക്കുന്നത് ആ കുഞ്ഞിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയല്ല. അത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ആ യാഗം ആ കുഞ്ഞിനെ പ്രസവിച്ച അമ്മയുടെ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ്, മറിയുടെ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ് ഇവർ ഇപ്പോൾ ദേവാലയത്തിൽ യാഗം കഴിക്കുവാൻ വന്നിരിക്കുന്നത്. ലേവ്യ പുസ്തകം 12-ാം അധ്യായത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് ആ കുഞ്ഞിൻ്റെ അമ്മയുടെ ശുദ്ധീകരണത്തിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു കുടുംബം അവർ പാവപ്പെട്ടവരാണെങ്കിൽ അവർക്കൊരു ആട്ടിൻകുട്ടിയെ യാഗം കഴിക്കുവാനുള്ള വകയില്ലെങ്കിൽ അതിന് പകരം ഒരു കുറുപ്രാവിനെയോ 2 പ്രാക്കുഞ്ഞിനെയോ യാഗം കഴിച്ചാൽ മതി. ദൈവം പാവപ്പെട്ടവർക്ക് വേണ്ടി ഒരു പ്രൊവിഷൻ, ഒരു കരുതൽ അവിടെ ചെയ്തിരിക്കുകയാണ്. അവർക്കും വീട്ടിൽ കുഞ്ഞുങ്ങൾ ജനിക്കും. അവരുടെ സ്ത്രീകൾക്കും ശുദ്ധീകരണം ആവശ്യമാണ്. ആട്ടിൻകുട്ടിയെ വാങ്ങാൻ നിവൃത്തിയില്ലെങ്കിലും അവർക്ക് ശുദ്ധീകരണം നടത്താം. ഒരു കുറുപ്രാവിനെയും പ്രാവിൻ കുഞ്ഞിനെയും വാങ്ങാൻ അധികം പണം വേണ്ടല്ലോ. പാവപ്പെട്ടവർക്ക് വേണ്ടി കരുതുന്ന ദൈവം വർഷങ്ങൾക്ക് മുൻപ് ഈ കൽപ്പന മോശയിലൂടെ കൊടുത്തപ്പോൾ ഈ സംഭവവും ദൈവത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. നാം ദൈവവചനത്തിൽ വായിക്കുന്നത് ലോകസ്ഥാപനത്തിന് മുമ്പേ അറുക്കപ്പെട്ട കുഞ്ഞാട് എന്നാണ് യേശുക്രിസ്തുവിനെക്കുറിച്ച് വായിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരിക എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഉണ്ടായിരുന്ന കാര്യമാണ്. അന്ന് തന്നെ
തൻ്റെ പുത്രൻ ഈ ഭൂമിയിൽ ജനിക്കുന്നത് ഒരു പാവപ്പെട്ട കുടുംബത്തിലായിരിക്കുമെന്നും അവർക്കൊരു ആട്ടിൻകുട്ടിക്ക് പോലും വകയില്ലാത്തവരായിരിക്കുമെന്നും ദൈവത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് കൂടിയാണ് മോശയ്ക്ക് ഈ പ്രൊവിഷൻ, ഈ ഒഴികഴിവ് കൊടുത്തിരുന്നത്. ഒരു കുഞ്ഞ് ജനിച്ചാൽ തീർച്ചയായും വലിയ സന്തോഷമുണ്ടാകും. ആ സന്തോഷത്തിൽ അല്പം അധികം പണം ചെലവഴിക്കുവാനും ഒന്ന് ആഘോഷിക്കുവാനൊക്കെ ആരും തയ്യാറാകും. അങ്ങനെയുള്ള ഈ സന്ദർഭത്തിൽ ഒരു ആട്ടിൻകുട്ടിയെ വാങ്ങാൻ പോലും കെൽപ്പില്ലാതിരുന്ന ഒരു കുടുംബത്തിലാണ് ദൈവപുത്രൻ ജനിച്ചത്. ഈ നിയമമൊക്കെ കൊടുത്ത ദൈവത്തിൻ്റെ പുത്രൻ ജനിച്ചത് ഒരു പാവപ്പെട്ട കുടുംബത്തിൽ. നമുക്കറിയാം, നമുക്ക് ആർക്കും നമ്മുടെ മാതാപിതാക്കളെ തിരഞ്ഞെടുക്കുവാൻ സാധിക്കില്ല. ദൈവപുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് അത് സാധിക്കുമായിരുന്നു. ഏത് കുടുംബത്തിൽ ജനിക്കണം എന്ന് തനിക്ക് തീരുമാനിക്കാമായിരുന്നു. പക്ഷേ താൻ തിരഞ്ഞെടുത്തത് ഒരു പാവപ്പെട്ട കുടുംബമാണ്. രാജാവിൻ്റെ കുടുംബത്തിൽ, പുരോഹിതൻ്റെ കുടുംബത്തിൽ, പണക്കാരുടെ കുടുംബത്തിൽ തനിക്ക് ജനിക്കാമായിരുന്നു. പക്ഷേ താനൊരു ദരിദ്രനായി. 2 കൊരിന്ത്യർ 8-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. യേശുക്രിസ്തു സമ്പന്നനായിരുന്നു, ദൈവപുത്രനായിരുന്നു, ദൈവം തന്നെയായിരുന്നു. എന്നാൽ താൻ ദരിദ്രനായി തീർന്നു. ബിസിനസ് ചെയ്ത് നഷ്ടം വന്ന് അനേകർ ദരിദ്രരായിട്ടുണ്ട്. അവരുടെ സമ്പത്ത് നാനാവിധപ്പെടുത്തി അനേകർ ദരിദ്രരായി തീർന്നിട്ടുണ്ട്. എന്നാൽ യേശുക്രിസ്തു ദരിദ്രനായി തീർന്നത് താൻ ദരിദ്രനാകാൻ തീരുമാനിച്ചതുകൊണ്ടാണ്. ഒരു ദരിദ്ര കുടുംബത്തിൽ ദരിദ്രനായി ജനിക്കാൻ താൻ തീരുമാനിച്ചു. അതിൻ്റെ കാരണമാണ് പൗലോസ് അപ്പോസ്തലൻ 2 കൊരിന്ത്യർ 8:9 പറയുന്നത്. അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന്. സ്വർഗത്തിലെ സകല സുഖങ്ങളും വെടിഞ്ഞ് ഈ ഭൂമിയിൽ ഒരു ദരിദ്രനായി താൻ ജനിച്ചത്, താൻ സ്വർഗം ഉപേക്ഷിച്ചാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. അതായിരുന്നു തൻ്റെ സമ്പത്ത്. ആ സമ്പത്ത് നമുക്ക് നൽകാൻ വേണ്ടിയാണ്. അതിനുവേണ്ടിയാണ് താൻ ദരിദ്രനായി തീർന്നത്. തൻ്റെ ദാരിദ്ര്യം നിമിത്തം നമ്മൾ സമ്പന്നരായി തീർന്നിരിക്കുകയാണ്. യോസെഫും മറിയയും ദേവാലയത്തിൽ യാഗം കഴിക്കുവാൻ ചെന്നപ്പോൾ അവർ അവിടെ കണ്ട മറ്റൊരു വ്യക്തിയെക്കുറിച്ചാണ് നാം പിന്നീട് വായിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ശിമിയോൻ എന്നാണ്. അദ്ദേഹം വളരെ പ്രായമുള്ള ഒരാളായിരുന്നു. യെരുശലേമിൽ ജീവിച്ചിരുന്നയാളാണ്. അയാളെക്കുറിച്ച് നാം വായിക്കുന്നത്, അയാൾ നീതിമാനായിരുന്നു, ഇസ്രായേലിൻ്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനായിരുന്നു, പരിശുദ്ധാത്മാവും അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. ഇംഗ്ലീഷിൽ വായിച്ചാൽ ഭക്തിയുള്ളവനായിരുന്നു എന്നുകൂടെ എഴുതിയിട്ടുണ്ട്. നല്ല ഗുണങ്ങൾ മാത്രമുള്ള ഒരാൾ, നീതിമാനാണ്. ഇസ്രായേലിന് ഇപ്പോൾ ആശ്വാസം ആവശ്യമാണ്, അതിനുവേണ്ടി കാത്തിരിക്കുന്നു. കാരണം ജാതികളായ റോമൻ ഗവൺമെൻറ്റാണ് അവരെ ഭരിക്കുന്നത്. അത് മുഖാന്തരം അവർക്ക് ആശ്വാസമില്ല. അവർ റോമൻ ഗവൺമെൻറ്റിന് കരം കൊടുത്താണ് ജീവിക്കുന്നത്. ഇസ്രായേലിനൊരു ആശ്വാസം ഉണ്ടാകും എന്ന് അയാൾ കാത്തിരിക്കുന്നു. പരിശുദ്ധാത്മാവും അവൻ്റെ മേലുണ്ടായിരുന്നു. ലൂക്കോസ് ഇത് എഴുതുമ്പോൾ പരിശുദ്ധാത്മാവ് വന്ന് സഭ സ്ഥാപിക്കപ്പെട്ടു, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇതിനെക്കുറിച്ചൊക്കെ അറിയാവുന്നവർക്കാണ് ലൂക്കോസ് ഇത് എഴുതുന്നത്. പരിശുദ്ധാത്മാവ് ആളുകളെ നിയന്ത്രിക്കുകയും അവരെ വഴി നടത്തുകയും ചെയ്യുന്നു എന്ന കാര്യം ലൂക്കോസിന് അറിയാമായിരുന്നു. അതറിയാവുന്ന ആളുകൾക്ക് തന്നെയാണ് ഇത് എഴുതുന്നത്. ഇതിൻ്റെ എല്ലാം പുറമേ ശിമിയോന് ഒരു വാഗ്ദത്തം ദൈവം കൊടുത്തു. കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ നീ മരിക്കുകയില്ല. പരിശുദ്ധാത്മാവിനാലാണ് അവന് അരുളപ്പാട് ലഭിച്ചത്. കർത്താവിൻ്റെ ക്രിസ്തു എന്ന വാക്കിൻ്റെ അർത്ഥം അഭിഷിക്തൻ. ക്രിസ്തു എന്ന വാക്ക് അല്ലെങ്കിൽ ക്രൈസ്റ്റ് എന്ന വാക്ക് അത് ഗ്രീക്ക് പദമാണ്. അതിൻ്റെ എബ്രായ പരിഭാഷ മെസ്സിഹ എന്നാണ്. ദൈവത്തിൻ്റെ മെസ്സിഹയെ കാണും മുമ്പേ നീ മരിക്കില്ല എന്ന് പരിശുദ്ധാത്മാവ് ശിമിയോനോട് പറഞ്ഞിരുന്നു.
അപ്പോൾ വളരെ പ്രായമുള്ള ഒരാൾ, ശാരീരികമായ ബലഹീനതകളൊക്കെ നിമിത്തം ഇനി ജീവിച്ചിട്ട് കാര്യമില്ല, മരിച്ചാൽ മതി എന്നൊരാഗ്രഹത്തിലിരിക്കുന്നയാളാണ്. പക്ഷേ മരിക്കും മുമ്പ് ദൈവത്തിൻ്റെ മെശിഹായെ നീ കാണും എന്ന അരുളപ്പാട് ശിമിയോനുണ്ടായി. 27-ാം വാക്യത്തിൽ ആത്മനിയോഗത്താൽ ശിമിയോൻ ദേവാലയത്തിൽ ചെന്നു എന്ന് വായിക്കുന്നു. അതിൻ്റെ അർത്ഥം സ്ഥിരമായി ദേവാലയത്തിൽ നിൽക്കുന്ന ഒരാളല്ല. സ്ഥിരമായി ദേവാലയത്തിൽ ഇരിക്കുന്ന ഒരാളെക്കുറിച്ച് ഈ അധ്യായത്തിൽ നാം പിന്നീട് വായിക്കുന്നുണ്ട്. അന്ന. ശിമിയോൻ അങ്ങനെ ഒരാളായിരുന്നില്ല. യെരുശലേമിൽ എവിടെയോ താമസിച്ചിരുന്നു. എന്നാൽ ആ പ്രത്യേക ദിവസം പരിശുദ്ധാത്മാവ് ശിമിയോനോട് പറഞ്ഞു, നീ ഇപ്പോൾ ദേവാലയത്തിലേക്ക് ചെല്ലുക. അവിടെ ചെന്നപ്പോൾ യേശുവിനെ ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കുവാനായി, മറിയയുടെ ശുദ്ധീകരണത്തിന് വേണ്ടി യാഗം കഴിക്കുവാനായി യോസഫും മറിയും അവിടെ വന്നു. അവർ അകത്ത് ചെന്നപ്പോൾ ശിമിയോൻ അവിടെ നിൽക്കുന്നു. ശിമിയോൻ ഈ കുഞ്ഞിനെ കയ്യിലേന്തി ദൈവത്തെ സ്തുതിച്ചു. ഇവിടെ യാദൃച്ഛികമായി സംഭവിക്കുന്ന മറ്റൊരു കാര്യമാണ് നാം വായിക്കുന്നത്. യേശു ജനിച്ച രാത്രിയിൽ ആർക്കും ഒരു പരിചയവുമില്ലാത്ത ആട്ടിടയന്മാർ യോസഫിനും മേരിക്കും പരിചയമില്ലാത്ത ആ പുതിയ വീട്ടിൽ അവരെ കാണാൻ വന്നു. ദൂതൻ പറഞ്ഞിട്ടാണ് അവർ വന്നതെന്ന് പറഞ്ഞു. ഈ കുഞ്ഞിനെ കാണാൻ വന്നതാണ് എന്നും പറഞ്ഞു. അതൊരത്ഭുതമായിരുന്നു. ഇപ്പോഴിതാ മറ്റൊരത്ഭുതം. അവർക്ക് വലിയ പരിചയമില്ലാത്ത യെരുശലേം ദേവാലയത്തിൽ ഒരു വൃദ്ധനായ മനുഷ്യൻ, അവൻ അദ്ദേഹത്തെ ആദ്യം കാണുകയാണ്. ആ വ്യക്തി വന്ന് ഈ കുഞ്ഞിനെ കയ്യിലേന്തി ദൈവത്തെ സ്തുതിക്കുകയാണ്. പിന്നെ താൻ പറയുന്നു, ഇപ്പോൾ നാഥ തിരുവചനം പോലെ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. തൻ്റെ മരണത്തെക്കുറിച്ചാണ് താനത് പറയുന്നത്. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിൻ്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. ദൈവം ശിമിയോനോട് വാഗ്ദത്തം ചെയ്തിരുന്നത് കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണും മുമ്പ് മരിക്കയില്ല എന്നാണ്. ഈ 8 ദിവസം പ്രായമുള്ള കുഞ്ഞിനെ കണ്ടിട്ട് ശിമിയോൻ പറയുന്നു, ഇതാണ് ക്രിസ്തു, ഇതാണ് മെശിഹ. ഇത്രയും പ്രായമുള്ള മനുഷ്യനാണ് എന്ന് ഓർക്കണം. രണ്ടാമത് താൻ പറയുന്നു, ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മഹത്വവുമായി. ആദ്യം ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശത്തെക്കുറിച്ചാണ് ശിമിയോൻ പറയുന്നത്. നമുക്കറിയാം, ഈ സുവിശേഷം ജാതികൾക്കാണ് എഴുതിയിരിക്കുന്നത്. തിയോഫിലോസ് ഒരു ഗ്രീക്കുകാരനാണ്. ജാതികൾക്ക് ഒരു വെളിച്ചം, ജാതികൾക്കൊരു രക്ഷ, അതാണ് ലൂക്കോസിൻ്റെ പ്രധാന തീം. തന്നോട് പറയുന്നു, ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശം. ഒന്ന് ഓർത്ത് നോക്കിയാൽ, ജാതികളായ റോമൻകാർ മുഖാന്തരമാണ് ഇന്ന് ഇസ്രായേലിന് ആശ്വാസമില്ലാത്തത്. റോമൻ ഗവൺമെൻറ്റാണ് അവരെ അടിമകളാക്കി വച്ചിരിക്കുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവിൽ ശിമിയോൻ പറയുന്നു, ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശം. അതുമാത്രമല്ല, നിൻ്റെ ജനമായ ഇസ്രായേലിന് അതൊരു മഹത്വവുമാണ്. മിശിഹ ഇസ്രായേലിൽ നിന്നാണ് വരുന്നത്. അത് ദൈവം വാഗ്ദത്തം ചെയ്തതാണ്. ഇസ്രായേലിനും ഒരു മഹത്വമാണ്. 31-ാം വാക്യം, നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിൻ്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. ഇവിടെ ശിമിയോൻ ദൈവത്തിൻ്റെ രക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. ദൈവം എങ്ങനെയാണ് രക്ഷിക്കുന്നത്, ദൈവത്തിൻ്റെ രക്ഷാപദ്ധതി എന്താണ്, അതൊന്നും വിശദമായി ശിമിയോൻ അറിയാമായിരുന്നു എന്നെനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ഈ 8 ദിവസം മാത്രം പ്രായമുള്ള യേശു കുഞ്ഞിനെ നോക്കി ശിമിയോൻ പറയുന്നത്, ദൈവത്തിൻ്റെ രക്ഷ, നിൻ്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവെന്നാണ്. ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ ദൈവത്തിൻ്റെ രക്ഷയാണ് ഞാൻ കണ്ടത്. നമ്മുടെ ദൈവം രക്ഷിക്കുന്ന ദൈവമാണ്. എന്നാൽ ദൈവത്തിൻ്റെ രക്ഷ എന്ന് പറയുന്നത് കുറേ നിയമങ്ങളല്ല, ചില സിദ്ധാന്തങ്ങളല്ല, ചില കർമ്മങ്ങളല്ല, അതൊരു വ്യക്തിയാണ്. ഇവിടെ ആ വ്യക്തിയെ നാം കാണുന്നു. അതൊരു ശിശുവായിരുന്നു.
സംസാരിക്കാനോ തനിയെ ഒന്നും ചെയ്യുവാനോ കഴിവില്ലാത്ത 8 ദിവസം മാത്രമുള്ള ഈ ശിശുവിനെ നോക്കി ശിമിയോൻ പറഞ്ഞു, ദൈവത്തിൻ്റെ രക്ഷ. ശിമിയോൻ വളരെ ആശ്വാസത്തിലാണിത് പറയുന്നത്. കാരണം ഇത് കാണുന്നതിന് മുമ്പ് മരിക്കുകയില്ല എന്നുള്ള വാഗ്ദത്തം തനിക്കുണ്ടല്ലോ. പല ആളുകൾക്കും മരിക്കുന്നതിന് മുൻപ് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ട്. ചില പ്രായമുള്ള ആളുകൾ അവർ പറയും, മരിക്കുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ പേരക്കുട്ടിയെ ഒന്ന് കാണണം. ചിലർ പറയും, എൻ്റെ പേരക്കുട്ടിയുടെ കല്യാണം ഒന്ന് നടന്ന് കാണണം. എൻ്റെ മകനൊരു ജോലി കിട്ടി കണ്ടിട്ട് മരിച്ചാൽ മതിയായിരുന്നു. ഒരു വീട് വെച്ചിട്ട് മരിച്ചാൽ മതിയായി. ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. ശിമിയോൻ പറയുന്നത്, ഞാൻ ഇത്രയും നാളും ജീവനോടെ ഇരുന്നത് ദൈവത്തിൻ്റെ രക്ഷയെ കാണാൻ വേണ്ടിയാണ്. ആ രക്ഷ ഒരു കുഞ്ഞാണ്. ഈ കുഞ്ഞ് എങ്ങനെയാണ് സകല ജാതികളുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന രക്ഷയാകുന്നത്? അതാണ് സുവിശേഷത്തിൽ കൂടി ലൂക്കോസ് വിവരിക്കുന്നത്. പക്ഷേ 2000 വർഷങ്ങൾക്ക് ശേഷം ജീവിക്കുന്ന നമ്മുടെ കാര്യത്തിലും ദൈവത്തിൻ്റെ രക്ഷ എന്ന് പറയുന്നത് ആ വ്യക്തിയാണ്, കർത്താവായ യേശുക്രിസ്തു. യോഹന്നാൻ തൻ്റെ 1-ാം ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രൻ ഇല്ലാത്തവന് ജീവനില്ല. മറ്റെന്തൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിലും, ഒരുപക്ഷെ നല്ലൊരു സഭയുണ്ടായിരിക്കും, ഒരുപക്ഷെ നല്ലൊരു കുടുംബം ഉണ്ടായിരിക്കും, ഒരുപക്ഷെ നല്ല റെപ്യൂട്ടേഷൻ, നല്ല മാന്യത സമൂഹത്തിലുണ്ടായിരിക്കും, ഒരുപക്ഷെ നല്ല ചില സ്വഭാവങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കും, മാന്യനായ വ്യക്തിയായിരിക്കാം. എന്തൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിലും പുത്രൻ ഇല്ലെങ്കിൽ ജീവനില്ല. ദൈവപുത്രനായ യേശുക്രിസ്തു ആണ് നിത്യജീവൻ. അവനാണ് ദൈവത്തിൻ്റെ രക്ഷ. പുത്രനെ സ്വീകരിക്കാത്തവന് ജീവനില്ല, നിത്യജീവനില്ല. ആ കാര്യം ബൈബിൾ അസന്നിഗ്ധമായി പറയുന്നു. ഒരിക്കൽ ഒരു സ്ഥലത്തൊരു ധനികനായ മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുമ്പിലുള്ള തെരുവിൽ ഒരു ഭിക്ഷക്കാരനുണ്ടായിരുന്നു. ഭിക്ഷക്കാരൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആളുകളുടെ പടം വരച്ചു കൊടുക്കും, അങ്ങനെ പണം വാങ്ങും. അതാണ് അയാൾ ചെയ്തിരുന്നത്. ഒരു പ്രത്യേകതരം ഭിക്ഷയാചകൻ. ഈ ധനികനായ മനുഷ്യന് ഒരു മകനുണ്ടായിരുന്നു. ഒരു ദിവസം ഈ മകൻ വെളിയിൽ ഈ തെരുവിലൂടെ നടന്നപ്പോൾ ചിത്രം വരച്ചു കൊടുത്ത് പണം വാങ്ങുന്ന ഈ ഭിക്ഷക്കാരനെ കണ്ടു. അവൻ അയാളുടെ അടുത്ത് പോയി തൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പണം അയാൾക്ക് കൊടുത്തിട്ട്, എൻ്റെ ഒരു പടം വരച്ചു തരാമോ എന്ന് ചോദിച്ചു. ആ ഭിക്ഷക്കാരൻ പണം വാങ്ങിയിട്ട് ഈ കുട്ടിയുടെ ഒരു പടം വരച്ചു കൊടുത്തു. ഈ കുട്ടി ഈ പടം വരയ്ക്കുന്നത് കണ്ട് വളരെ ആകൃഷ്ടനായി. താൻ മടങ്ങിപ്പോയി തൻ്റെ വീട്ടിൽ ചെന്ന് പടം വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. അവന് പടം വരയ്ക്കുവാൻ കഴിവുണ്ടായിരുന്നു. അവൻ വളരെയധികം നന്നായി പെയിൻറ്റ് ചെയ്യുവാൻ തുടങ്ങി. അവൻ വലിയ പെയിൻറ്ററായി മാറി. അവൻ്റെ എക്സിബിഷനുകൾ അനേക സ്ഥലത്ത് നടന്നു. അവൻ വളരെയധികം പ്രസിദ്ധനായി തീർന്നു. അവനൊരു യുവാവായിരുന്നപ്പോൾ അവന് പെട്ടെന്ന് എന്തോ ഒരു അസുഖം വന്നു. അവൻ മരിച്ചു. ധനികനായ അവൻ്റെ അപ്പന് വളരെ ദുഃഖമുണ്ടായ ഒരു കാര്യമായിരുന്നു അത്. തൻ്റെ മകൻ, പെയിൻറ്ററായിരുന്ന തൻ്റെ മകൻ മരിച്ചു. മകൻ്റെ മരണശേഷം ചില വർഷങ്ങൾ കഴിഞ്ഞു. ഈ ധനികനായ മനുഷ്യൻ വൃദ്ധനായി, അയാൾ മരിക്കാറായി എന്ന് അയാൾക്ക് തന്നെ തോന്നി. അപ്പോൾ അയാൾ ഒരു ലേലം ചെയ്യാൻ പോവുകയാണ് എന്ന് പ്രസിദ്ധപ്പെടുത്തി. തൻ്റെ മകൻ്റെ പെയിൻറ്റിങ്ങുകൾ ലേലം ചെയ്യാൻ പോകുന്നു. ലോകത്തെമ്പാടുമുള്ള അനേക ആളുകൾ ഈ പെയിൻറ്റിങ് ലേലത്തിൽ വാങ്ങുവാനായി ആ ലേലം നടക്കുന്ന സ്ഥലത്ത് വന്നു. അവർ വളരെയധികം പണവുമായിട്ട് വന്നിരിക്കുന്നത്. കാരണം
ഈ പെയിൻറ്റിങ്ങുകൾ വാങ്ങാൻ വളരെയധികം പണം കൊടുക്കണം. ലേലം തുടങ്ങുകയാണ്. ഈ ലേലത്തെക്കുറിച്ച് ആ ഭിക്ഷക്കാരൻ കേട്ടു. പണ്ട് താനൊരു പടം വരച്ചു കൊടുത്ത ആ കുട്ടി അവനൊരു പെയിൻറ്ററായി മാറി. അവൻ മരിച്ചു. പക്ഷേ അവൻ്റെ പെയിൻറ്റിങ്ങുകൾ ലേലം ചെയ്യാൻ പോകുന്നു. ഈ ഭിക്ഷക്കാരൻ എവിടെ നിന്നോ ഒരു നല്ല വസ്ത്രം സംഘടിപ്പിച്ച് ഈ ലേലം കാണുവാൻ പോയി. ലേലം നടക്കുന്ന ഹാളിൽ ചെന്നപ്പോൾ ഈ ഭിക്ഷക്കാരൻ അതിശയിച്ചു പോയി. കാരണം ആ ചെറുപ്പക്കാരൻ വരച്ച പെയിൻറ്റിങ്ങുകളുടെ എല്ലാം നടുവിൽ വളരെ വർഷങ്ങൾക്ക് മുൻപ് ഈ ഭിക്ഷക്കാരൻ വരച്ച ആ മകൻ്റെ പടം അത് വച്ചിരിക്കുന്നു. ഈ ഭിക്ഷക്കാരന് ആകാംക്ഷ കൂടി. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ലേലം ആരംഭിക്കുകയാണ്. ലേലം ചെയ്യുന്നയാൾ ആദ്യം പറഞ്ഞു, മറ്റെല്ലാ പെയിൻറ്റിങ്ങുകളും ലേലം ചെയ്യുന്നതിന് മുൻപ് ഈ സ്കെച്ച് അത് അത്ര വലിയ ക്വാളിറ്റി ഉള്ളതൊന്നുമല്ല എന്ന് എല്ലാവർക്കും അറിയാം. ഈ പെയിൻറ്റർ താൻ ചെറുതായിരുന്നപ്പോൾ ആരോ അയാൾക്ക് വരച്ചു കൊടുത്ത ഒരു പടമാണ്. ആ പടമാണ് ആദ്യം ലേലം ചെയ്യേണ്ടത്. ഈ ധനികനായ മനുഷ്യൻ്റെ പുത്രൻ്റെ പടം ആദ്യം ലേലം ചെയ്യണം. ലേലം തുടങ്ങി. ആ ഹാളിലുണ്ടായിരുന്ന കല ആസ്വദിക്കുന്ന ആളുകളെല്ലാം ആ ചിത്രത്തെ പുച്ഛിച്ചു. അയാളുടെ മകൻ്റെ ഒരു സാധാരണ പടം, ആരോ വരച്ചു കൊടുത്തതാണ്. അത് ലേലത്തിൽ പിടിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഈ ഭിക്ഷക്കാരൻ ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. അയാൾ പോക്കറ്റിൽ കൈയിട്ടു. അയാളുടെ പോക്കറ്റിൽ അന്ന് കിട്ടിയ 4 നാണയങ്ങളുണ്ടായിരുന്നു. ആരും ഒന്നും പറയാതിരുന്നപ്പോൾ ഈ ഭിക്ഷക്കാരൻ കൈ ഉയർത്തി തൻ്റെ കയ്യിലുണ്ടായിരുന്ന 4 നാണയങ്ങൾ കാണിച്ചിട്ട്, ഇത്രയും പണം ഞാൻ ആ ചിത്രത്തിന് വേണ്ടി കൊടുക്കുവാൻ തയ്യാറാണ്. ധനികനായ മനുഷ്യൻ്റെ പുത്രൻ്റെ ചിത്രം, അത് ഞാൻ ലേലത്തിൽ പിടിക്കാം. വേറെ ആരും ആ ലേലത്തിൽ പങ്കെടുത്തില്ല. ഈ ഭിക്ഷക്കാരൻ ആ 4 നാണയങ്ങൾ കൊടുത്ത് ആ ചിത്രം കരസ്ഥമാക്കി. അയാൾ ചിത്രവുമായി വന്ന് അയാളുടെ സീറ്റിലിരുന്നു. അപ്പോൾ ആ ഹാളിലുണ്ടായിരുന്ന മറ്റുള്ളവർ പറഞ്ഞു, നമുക്കിനി മറ്റ് പെയിൻറ്റിങ്ങുകളുടെ ലേലവുമായി മുന്നോട്ട് പോകാം. ഉടനെ ആ ലേലം ചെയ്യുന്നയാൾ അയാൾ പറഞ്ഞു, ഇനി ഇവിടെ ലേലം ഇല്ല. കാരണം ഈ പുത്രൻ്റെ പടം വാങ്ങുന്നയാൾക്ക് ബാക്കി എല്ലാ ചിത്രങ്ങളും സൗജന്യമായി കൊടുക്കുക എന്നാണ് ഈ മരിച്ചുപോയ പുത്രൻ്റെ പിതാവിൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഈ ഹാളിലുള്ള വിലപിടിപ്പുള്ള എല്ലാ ചിത്രങ്ങളും ആ ചെറിയ ചിത്രം വാങ്ങിയ ആ ഭിക്ഷക്കാരന് ലഭിക്കുന്നു. പ്രിയ സുഹൃത്തേ, ഇന്ന് ഈ ലോകത്ത് അനേക ആളുകൾ ആ ഹാളിൽ ലേലം ചെയ്യാൻ വന്ന ആളുകളെ പോലെയാണ്. അവർക്ക് ദൈവപുത്രനെ വേണ്ട, ബാക്കിയെല്ലാം അവർക്ക് വേണം. പക്ഷേ ദൈവം പറയുന്നു, പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രനില്ലാത്തവന് ജീവനില്ല. പ്രിയ സുഹൃത്തേ, താങ്കൾക്ക് ജീവനുണ്ടോ? ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിനെ സ്വന്തം ജീവിതത്തിൽ കർത്താവും ദൈവവുമായി അംഗീകരിക്കുവാൻ എല്ലാവരെയും അവിടുന്ന് സഹായിക്കണമേ. പുത്രനുള്ളവന് ജീവനുണ്ട്. ആ നിലയിൽ ജീവനുള്ളവരായി തീരുവാൻ അടിയങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ആമേൻ.